മലപ്പുറം നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ എടിവണ്ണയിൽ താമസിക്കുന്ന ജോഷിച്ചേട്ടൻ 2006 ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ കൂട്ടുകാരും ഒത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയതിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടത്തിൽ ഇന്ന് 18 വർഷമായി ഒറ്റ മുറിയിൽ ഒറ്റ കട്ടിലിൽ ജീവിതം തള്ളി നീക്കുന്ന ജോഷിച്ചേട്ടൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് വന്നത്. 18 വർഷമായിട്ട് ഒരു റൂമിൽ ഒതുങ്ങി കഴിയുന്ന നമ്മുടെ ജോഷിച്ചേട്ടൻ ഈ ഒരു ഒറ്റമുറിയിലാണെങ്കിൽ പോലും 18 വർഷമായിട്ടുണ്ടെങ്കിലും മനസ്സിൽ ഒരു സങ്കടമോ ഒന്നും ഇല്ലാതെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് എല്ലാവരോടും ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി ആളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ജോഷേട്ടാ, എന്തൊക്കെ? എത്ര വർഷമായി ജോഷേട്ടാ? ഞാൻ 2006 ഡിസംബറിൽ. അതല്ലേ, 18 വർഷം. എന്താണ് സംഭവിച്ചത് ശരിക്കും? സത്യത്തില് കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയതാണ്. പാറയുടെ മുകളിൽ നിന്ന് ഊളിയിട്ടതാ. അങ്ങനെ മണലിൽ പോയിട്ട് ഇടിച്ചു തല. ചട്ടല് കുളിച്ച് സ്ഥലം പോയി നമ്മുടെ സോഫാടി ചതവ് വെച്ച് അങ്ങനെ കിടപ്പുണ്ടായി. പിന്നെ ഇപ്പൊ യാത്രയൊക്കെ ചെയ്യായിരുന്നു. കൊറോണ വന്നതിന്റെ ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കാറിലൊക്കെ പോകാം. 10-15 ദിവസം കൂടുമ്പോൾ 10 യാത്രയൊക്കെ ഫ്രണ്ട്സൊക്കെ കൊണ്ട് വണ്ടിയിലൊക്കെ പോകായിരുന്നു. ജോഷിച്ചേട്ടന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫ്രണ്ട്സാണില്ല. ഞാൻ എനിക്ക് ഓരോ സോഷ്യൽ മീഡിയകളൊക്കെ കണ്ടപ്പോ തോന്നിയത് ഫ്രണ്ട്സുകൾ ഇവിടെ വരുന്നു, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നു, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരെന്നെയാണ് ജോഷിച്ചേട്ടന്റെ ഹാപ്പിനെസ്. അമ്മേന്റെ ഞാൻ കണ്ടു, അമ്മേന്റെ പരിചരണം ഇതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അച്ഛനും അമ്മയുടെ ഇവിടെ ഇരുന്നിട്ടുള്ള ആ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇതിൽ കണ്ടിട്ടുണ്ട്. അവരാ ഒരു പരിഗണന വേറെ തന്നെയാണ്. പോലത്തെ ഒരു അമ്മയെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ദൈവം തന്ന വേറൊരു ഭാഗ്യം കൂടിയാണ്. വേറൊരാൾക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോ ജോഷിച്ചേട്ടന് ഇപ്പോ നമ്മളെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ടെൻഷൻ ആവുന്നു, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഇത് വരുമ്പോഴത്തിനൊക്കെ അസുഖം വരുന്നവർക്കൊക്കെ ചെറിയ ടെൻഷൻ. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളല്ല എന്തൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വരും. അതൊക്കെ തരണം ചെയ്യാം ധൈര്യത്തോടുകൂടി. ജോഷിച്ചേട്ടന്റെ കിടപ്പന്നെ 18 വർഷമായി. അപ്പോ ദൈവത്തിന്റെ ഓരോ വിധികളാണ്. അത് നമ്മൾ ഈ ലോകത്തെ കാര്യമില്ല. എന്തായാലും നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് ഇതിനെന്തെങ്കിലും കൊടുക്കാണ്ടോ ജോഷിച്ചേട്ടന്? നമ്മളെന്ത് സംഭവിച്ചാൽ അതിനെ നമ്മൾ അഭിനയിക്കുക, ധൈര്യപൂർവ്വം നേരിടുക. ഏത് പ്രതിസന്ധിയും നമ്മള് ധൈര്യപൂർവ്വം നേരിടുക, എപ്പോഴും ഹാപ്പി ആയിട്ട്. വെറുതെ നമുക്ക് വന്ന ഒരു വിപത്തിനെ സ്വാഭാവികം ഉണ്ടാവും. അത് നമ്മള് പ്രകടമാക്കാതെ നമ്മളത് ഹാപ്പി ആയിട്ട് ജീവിക്കുക. വന്ന വിപത്തിനെ വെറുതെ നമ്മളിങ്ങനെ ദുഃഖത്തിലാക്കി ഒരു കാര്യമില്ല. മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മള് നടക്കുക. ജോഷിച്ചേട്ടന്റെ മമ്മിയും ചാച്ചനും, ഈ ഒരു മമ്മി നമ്മളെ ജോഷിച്ചേട്ടനെ പരിചരിക്കുന്നത് ഓരോ വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മമ്മിയുടെ ആ സ്നേഹം. അപ്പൊ മമ്മിക്ക് എന്താ പറയാനുള്ളത് ഇതില്? അവന്റെ ധൈര്യവും അവന്റെ എല്ലാം നല്ലതിനെന്നുള്ള കണക്കൂട്ടലിൽ അവൻ ജീവിക്കുന്ന ഒപ്പം നമ്മൾ അല്ലാതെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമല്ല. നമുക്കും വയ്യാതാവും, അവന് കൂടുതലും വയ്യാതാവും. അതെ അതെ. അപ്പൊ നമ്മൾ അതിൽ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ മമ്മി തന്നെയാണ് നമ്മളെ ജോഷിച്ചേട്ടന്റെ വിജയട്ടോ. ആ ജോഷിച്ചേട്ടനെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിലൊരു ഓവർനെസ് ഇല്ല, നല്ല രീതിയിൽ തന്നെ പരിചരിക്കുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ ചാച്ചനാണെങ്കിലും ചാച്ചനും അതേപോലെ തന്നെ അതേ ഒരു രൂപത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സുകളുടെ സപ്പോർട്ടും ഒക്കെയാണ് ജോഷിച്ചേട്ടന്റെ വിജയം. ചാച്ചൻ എന്താ ജോഷിച്ചേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അതിനെ കാര്യമായിട്ട് നോക്കുന്നു. ഇതുവരെ ഒരു ഉദാസീനത നമുക്ക് കാണിച്ചു. എപ്പോഴും നമ്മൾ താഴോട്ട് നോക്കാം, മുകളിലോട്ട് നോക്കാം, താഴോട്ട്. ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ എത്രയോ ആൾക്കാർ. അപ്പൊ പിന്നെ നമ്മളത് ഒരു പ്രശ്നവുമില്ല. എന്തായാലും ജോഷിച്ചേട്ടനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷിച്ചേട്ടന് എപ്പോഴും സന്തോഷവും എല്ലാം നിറഞ്ഞൊരു ജീവിതം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്നവർക്ക് ജോഷിച്ചേട്ടന്റെ ഈ ഒരു ജീവിതം
ഉപകാരമാവട്ടെ. പിന്നെ നമുക്ക് ജോഷി ചേട്ടന്റെ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എന്തായാലും ജോഷി ചേട്ടാ ജോഷി ചേട്ടന്റെ ആ നിഷ്കളങ്കമായ ആ ചിരി ഉണ്ടല്ലോ, വല്ലാത്ത ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ ചെയ്തപ്പോൾ ജോഷി ചേട്ടന് നമ്മളൊരു വാക്ക് കൊടുത്തിരുന്നു, ഈ വീഡിയോ കേരളത്തിലുള്ള മിക്ക ജനങ്ങളിലോട്ടും എത്തും, ആ കാരണത്താൽ ജോഷി ചേട്ടനെ എല്ലാവരും അറിയപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് ആ വാക്ക് നമുക്ക് പാലിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. അത് കണ്ടിട്ടെങ്കിലും ജോഷി ചേട്ടൻ സന്തോഷിക്കട്ടെ. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.